ഇതേപോലെയുള്ള ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ബൈക്കുകളിൽ നമുക്ക് കോട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പേ പോളിഷിംഗ് ചെയ്ത് അതിലത്തെ സ്ക്രാച്ചുകൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോട്ടിംഗ് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ഗ്ലോസി ഫിനിഷ് വരും ചെയ്യും, നല്ലൊരു കളർ ഡെപ്തും കിട്ടും. ഈ പറഞ്ഞ പോലെ കോട്ടിങ്ങിന് മുമ്പേ പോളിഷിംഗ് ചെയ്യാൻ പറ്റുന്നത് ഗ്ലോസി ഫിനിഷുള്ള പെയിന്റുകളിലാണ്. ഈ കാണുന്നത് മാറ്റ് ഫിനിഷുള്ള ഒരു ബൈക്കാണ്. ഈ മാറ്റ് ഫിനിഷ് പെയിന്റുകളിൽ നമ്മൾ പോളിഷ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പോളിഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റ് ഫിനിഷ് മാറിയിട്ട് അതൊരു ഗ്ലോസി ഫിനിഷ് ആവും. പിന്നെ നമുക്ക് ഈ മാറ്റ് ഫിനിഷുള്ള പെയിന്റുകളിൽ നമുക്ക് സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. മാറ്റ് ഫിനിഷുള്ള പെയിന്റിൽ നമുക്ക് സെറാമിക് കോട്ടിംഗ് ചെയ്യാം. പോളിഷിംഗ് എന്നുള്ള സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്യില്ല, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്കിതിൽ ചെയ്യാം. മാറ്റ് ഫിനിഷിൽ നമ്മൾ ഡീകണ്ടാമിനേഷൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി കോട്ടിംഗ് അപ്ലൈ ചെയ്യാം. മാറ്റ് ഫിനിഷിലെ പെയിന്റുകളിൽ നമ്മൾ കോട്ടിംഗ് ചെയ്തതിന് മുമ്പേ നമ്മൾ പോളിഷിംഗ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനിഷ് ഒരിക്കലും മാറില്ല. അപ്പോൾ നമുക്ക് ഗ്ലോസി ഫിനിഷുള്ള പെയിന്റ് പോലെ തന്നെ മാറ്റ് ഫിനിഷും നമുക്ക് സെറാമിക് കോട്ടിംഗ് അല്ലെങ്കിൽ ഗ്രാഫിൻ കോട്ടിംഗ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ, പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ടാഗ് ചെയ്യൂ.